ലോസ് ഓഫ് റിഫ്രാക്ഷൻ്റെ നിന്നുള്ള റൂൾ സൈൻ ഐ ബൈ സൈൻ ആർ ഇസിക്കൽ ടു എൻ എന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ എടുക്കുകയാണ്. എക്സ് വൈ ഒരു റിഫ്ലക്റ്റിംഗ് അല്ല, ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. എ ബി ഇസ് ആൻ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റിങ് ഓൺ ദ റിഫ്രാക്റ്റിംഗ് സർഫസ് എക്സ് വൈ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആൻഡ് സി ഡി ഈസ് ദ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. സി ഡി ഇവിടുത്തെ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. പക്ഷെ ഇവിടെ രണ്ട് മീഡിയമാണ്. റിഫ്രാക്റ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുകയാണ്. V1 be the velocity of light in the first medium and V2 be the velocity of light in the second medium. ആദ്യത്തെ മീഡിയത്തിലെ ലൈറ്റിൻ്റെ വേഗത V1 ആണ്, രണ്ടാമത്തെ മീഡിയത്തിൽ V2 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റേ ഓഫ് ലൈറ്റ് POQ is a ray of light perpendicular to incident wave front and refracted wave front. നമ്മൾ നേരത്തെ കൂട്ട് തന്നെ POQ എന്ന റേയുടെ ടൈം എടുക്കുകയാണ്. ടൈം ടേക്കൺ ബൈ ദ റേ POQ T is equal to PO by velocity, ദൂരം ബൈ വെലോസിറ്റി V1 പ്ലസ് OQ ബൈ V2. ട്രയാങ്കിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ PO എന്നുള്ളതിന് നമുക്കറിയാം AO സൈൻ ഐ ബൈ V1 പ്ലസ് OQവിന് എന്ത് കൊടുക്കാം OC സൈൻ ആർ ബൈ V2. നേരത്തെ ചെയ്ത പോലെ തന്നെ T is equal to AO സൈൻ ഐ ബൈ V1 പ്ലസ് OC എന്നുള്ളതിനെ നമുക്ക് AC മൈനസ് AO എന്നെടുക്കാം. OC is equal to AC minus AO into sin R by V2. AO നമുക്ക് കോമൺ എടുക്കാം. AO into ഇവിടെ sin I by V1, ഇവിടെ AO എടുത്താൽ മൈനസ് AO ആണ്. അപ്പോൾ AO ഇങ്ങെടുത്തു കഴിഞ്ഞാൽ മൈനസ് സൈൻ ആർ ബൈ V2 പ്ലസ് AC സൈൻ ആർ ബൈ V2 ഇങ്ങനെ കിട്ടും. AO ഇൻറ്റു സൈൻ ഐ ബൈ V1 മൈനസ് സൈൻ ആർ ബൈ V2 പ്ലസ് AC സൈൻ ആർ ബൈ V2 എന്ന് നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ PO എന്നത് ഒരു റേ ആണ്. ഒരു PO ദാ ഇവിടെ വീഴും, അയാൾ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് സഞ്ചരിക്കും. ഒരു PO ഇവിടെ വന്ന് വീഴും, അയാൾ ജസ്റ്റ് അങ്ങോട്ട് കടന്നാൽ മതി. അപ്പോൾ ധാരാളം POകൾ വരയ്ക്കാം. അവർ XY എന്ന സർഫസിൽ പല പോയിന്റുകളിലാണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് റേസ് ലൈക്ക് PO റീച്ച് ഓൺ ദ സർഫസ് XY അറ്റ് ഡിഫറെൻ്റ് പോയിന്റ്സ് O. അതുകൊണ്ട് തന്നെ O ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ ദ വാല്യൂ ഓഫ് AO ഈസ് ഡിഫറെൻ്റ് ഫോർ ഡിഫറെൻ്റ് റേസ്. ഓരോ റേകളുടെയും AO വിലകൾ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ദ ടൈം ഇയാൾ ഇവിടുന്ന് വന്ന് ഇവിടെ എത്തുന്നതും ഇയാൾ ഇവിടെ അങ്ങോട്ട് വീണിട്ട് ഇവിടെ പോയി വീഴുന്നതും ഇയാൾ ഇവിടുന്ന് ഇവിടം വരെ വീണിട്ട് ഇങ്ങോട്ട് കയറുന്നതും ആ ടൈം എന്ന് പറയുന്നത് സെയിം ആണ്. ദ ടൈം ഷുഡ് ബി സെയിം ഫോർ ഓൾ റേസ് ലൈക്ക് POQ. എല്ലാ POQ റേകളുടെയും ടൈം എന്താണ്? സെയിം ആണ്. അതായത് ഈ ടൈം എന്തുമായിട്ട് ബന്ധമില്ല? AO എന്ന് പറയുന്ന ഡിസ്റ്റൻസുമായിട്ട് ടൈമിന് എന്തില്ല? ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആദ്യത്തെ റേ ഇവിടെ വന്ന് വീണാൽ ഇതാണ് AO, ആ ലാസ്റ്റ് റേ ഇവിടെ വന്ന് വീണാൽ ഇതാണ് AO. AOയ്ക്ക് ഇവിടെ ഒരു ചെറിയ വില, ഇവിടെ ഭയങ്കര വില. പക്ഷെ ഇവിടെ വന്ന് വീഴുന്ന ആൾ ഇവിടെ എത്തിച്ചേരാനുള്ള സമയവും
ഇവിടെ വന്ന് വീഴുന്ന ആൾ ഇവിടെ എത്തിച്ചേരാൻ, ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തിച്ചേരാൻ ആ എല്ലാ റേകളും എടുക്കുന്ന ടൈം എന്താണ്? തുല്യമാണ്. അപ്പോൾ എന്താണ്? ദ ടൈം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് AO. ദ കണ്ടീഷൻ ഫോർ ദിസ് ടു ഹാപ്പൻ ഈസ് ദാറ്റ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് AO ഷുഡ് ബി 0. ആദ്യത്തത് പഠിച്ചാൽ രണ്ടാമത്തത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. റേ മുകളിലായിരുന്നു, അത് താഴെ അടുത്ത മീഡിയത്തിൽ വരയ്ക്കണം. C ഇവിടെ തന്നെയാണ്, D ഇപ്പുറത്ത് എഴുതണം. ഇത് ആംഗിൾ I ആണ്, ഇത് R റിഫ്രാക്ഷനാണ്. ഇവിടുത്തെ വെലോസിറ്റി V1 ആണ്, അടുത്ത വെലോസിറ്റി V2 ആണ്. ഇത്രയും വ്യത്യാസങ്ങളേ അടുത്തതിലുള്ളൂ. അപ്പം നമ്മൾ ബാക്കിയെല്ലാം അതുപോലെയാണ്. ഇവിടെ എന്താണ്? AOയുടെ കോയിഫിഷ്യൻറ്റ് 0. വെലോസിറ്റി മാറുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കോയിഫിഷ്യൻറ്റും മാറ്റമാണ്. sin I by V1 minus sin R by V2 is equal to 0. sin I by V1 is equal to sin R by V2. sin I by sin R is equal to V1 by V2. sin I by sin R is equal to എന്താണ്? V1 by V2 എന്ന് കിട്ടും. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ. എയറിലെ എന്തിൻ്റെ? ലൈറ്റിൻ്റെ വേഗത, അല്ലെ ശൂന്യതയിലെ ലൈറ്റിൻ്റെ വേഗത ബൈ മീഡിയത്തിലെ വേഗത. അതിനെയാണ് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ N1 എന്ന് പറഞ്ഞാൽ C ബൈ V1. നമുക്കെന്താ വേണ്ടത്? V1 ആണ് മാറ്റേണ്ടത്. V1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? V1 is equal to C by N1. അപ്പോൾ V1-ന് C by N1 എന്നും V2-ന് C by N2 എന്നും കൊടുക്കാം. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് N2 by N1 എന്ന് കിട്ടും. അപ്പോൾ എന്ത് വന്നു? sin I by sin R is equal to N2 by N1. sin I by sin R is equal to N2 by N1 എന്ന് നമുക്ക് കിട്ടും. രണ്ടാമത്തെ മീഡിയം എയർ ഫ്രീ സ്പേസ് ആണ്. ഒന്നാമത്തെ മീഡിയം എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ N2 സമം N എന്നെടുക്കാം. sin I by sin R is equal to N എന്നെടുക്കാം. N1 is equal to 1 എന്ന് വരും. അപ്പോൾ N2-ന് N എന്ന് നമുക്ക് കൊടുക്കാം. sin I by sin R is equal to N എന്ന് നമുക്കിവിടെ എടുക്കാൻ പറ്റും. അപ്പം നേരത്തെ റിഫ്ലക്ഷൻ പഠിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും ഡെറിവേഷൻ. ആകെ ഒരു മാറ്റം വരുന്നത് V1 മാത്രമേ ഉള്ളായിരുന്നു അവിടെ. ഇവിടെ ആദ്യത്തെ മീഡിയത്തിൽ V1, രണ്ടാമത്തെ മീഡിയത്തിൽ V2 എന്ന് നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ റിഫ്ലക്റ്റഡ് റേക്ക് പകരം CD ഈസ് ദ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. CD ഇവിടെ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണെന്നും ഓർക്കുക. പോളറൈസേഷൻ എന്ന് പറയുന്ന അടുത്ത സെക്ഷനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പോളറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് നമുക്കറിയാം ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് നമുക്കറിയാം. അത് പ്രൂവ് ചെയ്തത് ഈ പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ വഴിയാണ്. അതിലൊരു എക്സ്പെരിമെൻ്റ് വഴിയാണ് അത് പ്രൂവ് ചെയ്തത്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പം നമുക്കറിയാം ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റും ഉണ്ട്. പക്ഷേ ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റ്. സോ നമ്മൾ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ട്രീറ്റിംഗ് ലൈറ്റ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റ്. അതുകൊണ്ട് ഇവിടെ പൊതുവേ ലൈറ്റ് എന്ന് പറയുന്നതിന് പകരം പല ഭാഗങ്ങളിലും ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റിൻ്റെ പേരിൽ ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഡിനറി ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഹാവിങ് വൈബ്രേഷൻസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ദിശകളിലും വൈബ്രേഷനുള്ള ലൈറ്റ്.
പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പോകുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലറായി എല്ലാ ദിശകളിലും വൈബ്രേഷനുള്ള ലൈറ്റിനെയാണ് നമ്മൾ ഓർഡിനറി ലൈറ്റ് അഥവാ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റിൻ്റെ പേരിൽ പറയാം. ദ ഓർഡിനറി ലൈറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇൻ എവരി പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഈസ് കാൾഡ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഓർഡിനറി ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വൈബ്രേഷൻ എല്ലാ പ്ലെയിനുകളിലും ഉണ്ട് എങ്കിൽ എല്ലാ ദിശകളിലേക്കും ഡയറക്റ്റ് ചെയ്ത് കിടക്കുന്നു, പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ആ ലൈറ്റിനെ നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. എന്താണ് പോളറൈസേഷൻ? ഈ അൺപോളറൈസ്ഡ് ലൈറ്റ്, എല്ലാ ദിശകളിലും വൈബ്രേഷനുള്ള ഈ ലൈറ്റ് ചില ക്രിസ്റ്റലുകളിൽ കൂടി കടന്നുപോയാൽ, ടൂർമലൈൻ പോലെയുള്ള ചില ക്രിസ്റ്റലുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ചില ദിശകളിലേക്കായിട്ട് അല്ലെ ഒരു പർട്ടിക്കുലർ ദിശയിലേക്കായിട്ട് കൺഫൈൻ ചെയ്യുന്നു, ഒരുമിച്ച് ചേർക്കപ്പെടുന്നു. ഈ ഫിനോമിനെയാണ് അല്ലെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ഫിനോമിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. വെൻ ഓർഡിനറി ലൈറ്റ് പാസസ് ത്രൂ സർട്ടൻ ക്രിസ്റ്റൽസ് ലൈക്ക് ടൂർമലൈൻ, ഓർഡിനറി ലൈറ്റ് ടൂർമലൈൻ പോലെയുള്ള ചില ക്രിസ്റ്റലുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ദ വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആർ റെസ്ട്രിക്റ്റഡ്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എല്ലാ ദിശകളിലുമുള്ള ആ വൈബ്രേഷനുകൾ എന്ത് ചെയ്യപ്പെടുന്നു? റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു. ദിസ് ഫിനോമിൻ ഈസ് കാൾഡ് പോളറൈസേഷൻ. ഈ ഫിനോമിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാ ദിശകളിലും വൈബ്രേഷനുള്ള ലൈറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ചില ദിശകളിലേക്കായിട്ട് കൺഫൈൻ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ വൈബ്രേഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു. നമുക്ക് ഈ അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. രണ്ട് കമ്പോണൻറ്റുകളാണ് വരുന്നത്. ഒരു കമ്പോണൻ്റ് ഇത്, അടുത്ത കമ്പോണൻ്റ് ഇത്. ഈ രണ്ട് കമ്പോണൻ്റ് കൂടെ ചേർന്ന് വരുന്ന ലൈറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. എന്നാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കമ്പോണൻറ്റും വേർതിരിച്ച് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. ഈ പോളറൈസേഷൻ പഠിക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്ക് പോകാം. ഈ പറയുന്ന അൺപോളറൈസ്ഡ് ലൈറ്റിനെ എല്ലാ ദിശകളിലും വൈബ്രേഷനുള്ള ലൈറ്റിനെ ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിൽ കൂടി കടത്തിവിടുന്നു. ഈസ് പാസ്ഡ് ത്രൂ എ ടൂർമലൈൻ ക്രിസ്റ്റൽ. ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിൽ കൂടി കടത്തിവിട്ടു. അപ്പോൾ എന്തുണ്ടാകും? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഈ ലൈറ്റിന് ഇതിന് പാരലായിട്ട് മറ്റൊരു ടൂർമലൈൻ ക്രിസ്റ്റൽ വെക്കുക. പാരലായിട്ട് വെച്ചു. അപ്പോഴെന്ത് കിട്ടുമെന്നറിയാമോ? ഈ സെയിം ലൈറ്റ് തന്നെ ഇതിൽ നിന്ന് വെളിയിൽ വരും. ഇതേ ലൈറ്റ് തന്നെ ഇതിൽ നിന്ന് വെളിയിൽ വരും. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിനെ വെച്ചു. അത് എന്ത് ചെയ്തു? അതിൽ നിന്ന് വെളിയിലേക്ക് എന്ത് വന്നു? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വന്നു. അപ്പോൾ ഇയാളെ നമ്മൾ പോളറൈസർ എന്ന് വിളിക്കും. The crystal which is used to produce plain polarized light. Plain polarized light ഉണ്ടാക്കുന്ന ക്രിസ്റ്റൽ, അതിനെയാണ് പോളറൈസർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്രിസ്റ്റൽ ഇതാണ്. ഇത് പാരലായിട്ട് വെച്ചപ്പോൾ എന്ത് മനസ്സിലായി? അവിടെ അതേ വൈബ്രേഷൻസ് അതിൽ നിന്ന് വെളിയിൽ വന്നു. എന്നാൽ ഈ ക്രിസ്റ്റലിനെ തിരിച്ച് ഇവിടെ
പെർപെൻഡിക്കുലറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചരിച്ച് വെക്കുകയാണ്. പെർപെൻഡിക്കുലറായി ഇങ്ങനെ നമ്മൾ ചരിക്കുകയാണ് രണ്ടാമത്തെ ക്രിസ്റ്റലിനെ. തിരിച്ച് ഇതിന് പെർപെൻഡിക്കുലറായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലൈറ്റ് ഒന്നും തന്നെ വെളിയിൽ വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്ന് ലൈറ്റ് ഒട്ടും തന്നെ വെളിയിലേക്ക് വരുന്നില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? നമ്മൾ പറയും ഈ ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറയും. ലൈറ്റ് പോകുന്ന ദിശയിൽ ഏതെങ്കിലും കമ്പോണൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ക്രിസ്റ്റൽ പാരലാക്കിയാലും പെർപെൻഡിക്കുലർ ആക്കിയാലും ലൈറ്റ് എന്ത് ചെയ്തേനെ? വെളിയിൽ വന്നേനെ. പക്ഷേ എന്തില്ല? ലൈറ്റ് കടന്നു പോകുന്ന ദിശയിൽ ലൈറ്റിന് എന്തില്ല? കമ്പോണൻ്റ് ഇല്ല. കമ്പോണൻറ്റുകളെല്ലാം പെർപെൻഡിക്കുലറാണ്. ഇങ്ങനെ വെച്ചപ്പോൾ ഈ കമ്പോണൻ്റ് എന്ത് ചെയ്തു? ഇതേ കൂടെ വെളിയിൽ വന്നു. തിരിച്ച് ഇതിന് പെർപെൻഡിക്കുലർ ആക്കി വെച്ചപ്പോൾ ഈ കമ്പോണൻ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കടന്ന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ക്രിസ്റ്റൽ എന്തിനുപയോഗിച്ചു? ഈ ലൈറ്റ് എന്താണ് ഇവിടെ കടന്നു പോകുന്നോ കടന്നു പോകുന്നില്ലേ? രണ്ടാമത്തെ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചത് ടു ചെക്ക് വെദർ ദ ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഈ രണ്ടാമത്തെ ക്രിസ്റ്റലിനെ നമുക്ക് അനലൈസർ എന്ന് വിളിക്കാം. ഒന്നുമില്ല, അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിലൂടെ കടത്തിവിട്ടു. എന്ത് കിട്ടി? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി. രണ്ടാമതൊരു ക്രിസ്റ്റലിനെ വെച്ചു. പാരലായിട്ട് വെക്കുമ്പോൾ സെയിം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. പെർപെൻഡിക്കുലറായിട്ട് ഒന്നാമത്തെ ക്രിസ്റ്റലിന് പെർപെൻഡിക്കുലറായി രണ്ടാമത്തെ ക്രിസ്റ്റലിനെ വെക്കുമ്പോൾ അതിൽ നിന്ന് ലൈറ്റ് ഒട്ടും തന്നെ വെളിയിലേക്ക് വരുന്നതായി കാണുന്നില്ല. നോ ലൈറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ സെക്കൻഡ് ക്രിസ്റ്റൽ. ആദ്യത്തെ ക്രിസ്റ്റലിനെ പോളറൈസർ എന്നും രണ്ടാമത്തെ ക്രിസ്റ്റലിനെ അനലൈസർ എന്നും വിളിക്കാം. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് സ്വഭാവമുള്ളതാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു നിയമമുണ്ട്. ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുവാനുള്ള ഒരു നിയമമുണ്ട്. ലോ ഓഫ് മാലസ്. ലോ ഓഫ് മാലസ്. ഈ നിയമം പറയുന്നത് when a beam of plain polarized light is incident on an analyzer, ഒരു അനലൈസറിൽ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ, when a plain polarized light is incident on an analyzer, then the intensity of the emerging light is proportional to square of the cosine of the angle theta between the polarizer and analyzer. ഒരു അനലൈസറിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിളിൻ്റെ കോസിൻ്റെ സ്ക്വയറിന് അനുപാതത്തിലാണ്. The intensity of light emerging from an analyzer, ഇങ്ങനെ വേണേൽ സിമ്പിളായിട്ട് പറയാം. The intensity of light emerging from an analyzer is proportional to square of the cosine of the angle theta between the polarizer and analyzer. I is equal to Im maximum into cos square theta. ഇവർ രണ്ടുപേരും പാരലാണ്. എന്ത് സംഭവിക്കും? I is equal to മാക്സിമം. പാരലാകുമ്പോൾ ഇവിടെ എത്ര ലൈറ്റ് വന്നോ അത്രയും ലൈറ്റ് അതിനപ്പുറത്ത് വരും. എമർജിങ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആവും. പെർപെൻഡിക്കുലർ ആക്കിയാലോ തീറ്റ ഈസ് ഈക്വൽ ടു 90, കോസ് 90 0 വരും. അതായത് ഈ രണ്ട് ക്രിസ്റ്റലും പാരലാണെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി വെളി വരും. രണ്ടാമത്തെ ക്രിസ്റ്റൽ പെർപെൻഡിക്കുലർ തീറ്റ 90 ആണെങ്കിൽ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്ന് വെളിയിലേക്ക് ലൈറ്റ് ഒന്നും വരത്തില്ല. അതിൻ്റെ ഇൻറ്റൻസിറ്റി 0. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ലോയിൽ എത്തിച്ചേരുന്നത്. ദ
the intensity of emerging light from an analyzer is proportional to square of the cosine of the angle theta between the polarizer and analyzer. ഒരു അനലൈസറിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിളിൻ്റെ കൊസൈൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണലാണ്. പാരലലാകുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഐ എം, പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു 0. പാരലലാകുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു മാക്സിമം ഇൻറ്റൻസിറ്റി വെളി വരും. പെർപെൻഡിക്കുലർ ആകുമ്പോൾ രണ്ടാമത്തെ ക്രിസ്റ്റലിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി 0ആണ്. നമ്മൾ പോളറൈസേഷൻ പഠിച്ചു. അപ്പോൾ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലൊരു മെത്തേഡാണ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് എടുത്തു. ഇറ്റ് ഈസ് ഇൻസിഡൻറ്റിങ് ഓൺ എ റിഫ്ലക്റ്റിംഗ് സർഫസ്. എ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ആൻഡ് അനദർ പാർട്ട് ഈസ് റിഫ്രാക്റ്റഡ്. ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്തു, അടുത്ത പാർട്ട് റിഫ്രാക്റ്റ് ചെയ്തു. ഇതിൽ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവ് എന്ന് പറയുന്നത്, ആ പാർട്ട് എന്ന് പറയുന്നത് മെജോറിറ്റി പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുക. വി ആർ ചേഞ്ചിങ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്ന് വ്യതിയാനപ്പെടുത്തിയാൽ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വെച്ച് ഈ റിഫ്ലക്റ്റഡ് വേവ് ഈസ് ഫുള്ളി പോളറൈസ്ഡ്, കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വെച്ച് റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് മാറും. ഈ ആംഗിളിനെ അപ്പോൾ വിളിക്കുന്ന പേരാണ് പോളറൈസിങ് ആംഗിൾ ഓർ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അപ്പോഴുള്ള ഒരു പ്രത്യേകത കൂടുണ്ട്. ഈ പോളറൈസിങ് ആംഗിളിൽ ഈ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ അറ്റ് ദ പോളറൈസിങ് ആംഗിൾ. ഇതുമായിട്ട് ചേർന്ന് വരുന്ന, ബന്ധപ്പെട്ട് വരുന്ന ഒരു നിയമമാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. BREWSTER, ബ്രൂസ്റ്റേഴ്സ് ലോ. ഈ ലോ പറയുന്നത് നമ്മുടെ പോളറൈസിങ് ആംഗിളിൻ്റെ അല്ലെ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൻ്റെ ടാൻജൻ്റ് എടുത്താൽ അത് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് തുല്യമായിരിക്കും. ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത് ദ ടാൻജൻ്റ് ഓഫ് ദ പോളറൈസിങ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ദ ടാൻജൻ്റ് ഓഫ് ദ പോളറൈസിങ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ഇത് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? പോളറൈസിങ് ആംഗിളാണ് IP. നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതുകൊണ്ട് ഇത് IP ആയതുകൊണ്ട് ഇതും IP. ഈ ആംഗിൾ R, ഇതിനിടയിലുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു IP ആകുമ്പോൾ ഇതിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. നമുക്ക് സ്നെൽസ് ലോ നമ്മൾ പഠിച്ചു. sin IP by sin I by sin R is equal to N. sin I by sin R is equal to N എന്ന് നമ്മൾ പഠിച്ചു. ഈ R എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ്. ഈ R അപ്പം നമുക്ക് നോക്കാം. ഇത് മൊത്തത്തിൽ 180 ഡിഗ്രിയാണ്. IP പ്ലസ് R പ്ലസ് 90 ഇസ് ഈക്വൽ ടു 180. IP പ്ലസ് R 180 മൈനസ് 90 വരും. R-ന് നമുക്ക് 90 മൈനസ് IP എന്ന് കൊടുക്കാം. R ഇസ് ഈക്വൽ ടു
90 മൈനസ് ഐ പി. അപ്പോൾ അതുകൊണ്ട് സൈൻ ഐ പി ബൈ സൈൻ ആറ് 90 മൈനസ് ഐ പി ഈസ് ഈക്വൽ ടു എൻ. സൈൻ ഐ പി ബൈ സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, കോസ് ഐ പി ഈസ് ഈക്വൽ ടു ടാൻ ഐ പി ഈസ് ഈക്വൽ ടു എൻ. That is tangent of the polarizing angle is equal to refractive index of the medium. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ഇത് നമുക്ക് ഇവിടുന്ന് തെളിയിക്കാം. പി ആംഗിൾ ഐ പി ആയതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതും ഐ പി, ഇത് ആറ് റിഫ്രാക്ഷൻ. ഈ പോളറൈസിങ് ആംഗിളിൽ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഇടയ്ക്കുള്ള ആംഗിൾ 90. ഇത് വെച്ചുകൊണ്ട് സ്നെൽസ് ലോ എടുത്താൽ നമുക്കിത് തെളിയിക്കാൻ പറ്റും. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എൻ. സൈൻ ഐ ബൈ സൈൻ ആർ, ആറിന് എന്ത് കൊടുക്കാം? 90 മൈനസ് ഐ പി എന്ന് കൊടുക്കാം. അത് കോസ് ഐ പി ആണ്. സൈൻ ഐ പി ബൈ കോസ് ഐ പി ഇസ് ഈക്വൽ ടു ടാൻ ഐ പി. ടാൻ ഐ പി ഇസ് ഈക്വൽ ടു എൻ. ദിസ് ഈസ് ബ്രൂസ്റ്റേഴ്സ്